തിരുവിതാംകൂറിന്റെ കുന്നിൻ ചെരുകളിൽ ആഞ്ഞു വീശിയ കാറ്റിനു പോലും വടക്ക് നിന്ന് വരുന്ന ഒരു ഭീഷണിയുടെ ഗന്ധമുണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മൈസൂർ കടുവ എന്ന ലോകം വിളിച്ച ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തെക്കേയറ്റത്തെ ഈ ചെറിയ രാജ്യത്തിൽ പതിഞ്ഞപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിന്റെ നെഞ്ചിൽ ഒരു ഭയം കൊള്ളിയാൻ മിന്നിക്കടന്നു. എങ്കിലും ഒരു പ്രതിരോധം ഒരുങ്ങുന്നുണ്ടായിരുന്നു. മണ്ണും കല്ലും മരവും കൊണ്ട് പടുത്തുയർത്തിയ അറബിക്കടൽ തീരം മുതൽ മലനിരകൾ വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിന്റെ മതിൽ, നെടുങ്കോട്ട. ആർക്കും അത്ര പെട്ടെന്ന് കടന്നു ചെല്ലാനാവാത്ത വണ്ണം ചതുപ്പുകളും കുളങ്ങളും കുന്നുകളും അതിരുകളാക്കി കാൽപ്പനികമായി ഒരുക്കിയ ആ മതിൽ വെറുമൊരു കൽക്കട്ടായിരുന്നില്ല, അതൊരു രാജ്യത്തിന്റെ ജീവനും അഭിമാനവുമായിരുന്നു. 1789 ഡിസംബറിലെ തണുത്തൊരു പ്രഭാതത്തിൽ കാടിളകി വരുന്നതുപോലെ ടിപ്പുവിന്റെ സൈന്യം ആ കോട്ടയുടെ മുമ്പിൽ നിലയുറപ്പിച്ചു. 20,000-ലധികം വരുന്ന പടയാളികൾ, തോക്കുകളുടെയും പീരങ്കികളുടെയും ഭീകര ശബ്ദങ്ങൾ. ടിപ്പുവിന്റെ മുഖത്ത് വിജയമുറപ്പിച്ചൊരു ചിരിയുണ്ടായിരുന്നു. ഈ എളിയ മതിൽ എന്റെ മുന്നിൽ ഒരു തൂവൽ പോലെ വീഴുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ആദ്യ ആക്രമണം കൊടുങ്കാറ്റ് പോലെയായിരുന്നു. ടിപ്പുവിന്റെ സൈനികർ മതിലിന്റെ ഒരു ഭാഗം തകർത്ത് ഉള്ളിലേക്ക് ഇരച്ചുകയറി. വിജയം അടുത്തെത്തിയെന്ന് അവർ കരുതി. എന്നാൽ നെടുങ്കോട്ടയുടെ ഉള്ളിൽ സേനാപതിയായ രാജാ കേശവദാസന്റെ നേതൃത്വത്തിൽ ചെറിയൊരു പറ്റം ധീരന്മാർ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവർ പ്രത്യാക്രമണം തുടങ്ങി. അതൊരു നരകമായിരുന്നു. തിരുവിതാംകൂറിലെ സൈനികർ കിഴക്കേ കുന്നിൻ ചെരുവിലൂടെ ഒഴുകിയെത്തുന്ന നദിയിലേക്ക് ടിപ്പുവിന്റെ പടയാളികളെ തള്ളിമാറ്റി. നദിക്ക് കുറുകെ പണിതിരുന്ന താൽക്കാലിക പാലം തകർന്നു. മാത്രമല്ല, തിരുവിതാംകൂർ സൈന്യം തടയണയുടെ ഷട്ടറുകൾ ഒറ്റയടിക്ക് തുറന്നുവിട്ടു. നിമിഷങ്ങൾക്കകം ശാന്തമായ നദി ഒരു പ്രളയമായി മാറി. വെള്ളം ഇരമ്പി വന്നപ്പോൾ മൈസൂർ സൈനികർ അതിൽ ഒഴുകിപ്പരന്നു. ഈ ആശയക്കുഴപ്പത്തിനിടയിൽ നദി മുറിച്ചു കടക്കാൻ ശ്രമിച്ച ടിപ്പുവിന്റെ കാലുകൾ ചളിയിൽ പൂണ്ടുപോയി. ഒരു തിരുവിതാംകൂർ പടയാളി എറിഞ്ഞ വാളോ കുന്തമോ അദ്ദേഹത്തിന്റെ തോളിൽ തുളച്ചുകയറി. നിലവിളിയോടെ അദ്ദേഹം പിന്നോട്ട് വലിക്കപ്പെട്ടു. ആ തിരക്കിൽ തന്റെ പ്രിയപ്പെട്ട വാൾ അദ്ദേഹത്തിന് നഷ്ടമായി. മുറിവേറ്റ കടുവ പോലെ അപമാനിതനായി ടിപ്പു പിൻവാങ്ങി. എന്റെ വാളില്ലാതെ ഞാൻ ശ്രീരംഗപട്ടണത്തേക്ക് മടങ്ങില്ല. ആ വാൾ എനിക്കെത്തിക്കണം. അതിനു മുമ്പ് ഞാൻ ഈ രാജ്യത്തെ തകർക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ശപഥം. പിന്നീട് 1790 ഏപ്രിൽ മാസത്തിൽ ടിപ്പു കൂടുതൽ സൈനിക ബലവും അതിനേക്കാൾ വലിയ പകയുമായി മടങ്ങിയെത്തി. ഇത്തവണ അദ്ദേഹത്തിന്റെ കണ്ണുകൾ കോട്ടയുടെ കിഴക്കേ അറ്റത്തെ അത്ര ബലമില്ലാത്ത ഒരു ഭാഗത്തായിരുന്നു. ഭീമാകാരമായ പീരങ്കികൾ നെടുങ്കോട്ടയുടെ ഭിത്തികളെ നിർത്താതെ പ്രകമ്പനം കൊള്ളിച്ചു. കല്ലുകൾ ചിതറിത്തെറിച്ചു. പൊടിയും തീയും ആകാശത്തേക്കുയർന്നു. അവസാനം പ്രതിരോധങ്ങളുടെയെല്ലാം നെഞ്ചു തകർത്ത് നെടുങ്കോട്ട തകർന്നു വീണു. കോട്ട തകർന്നതോടെ തിരുവിതാംകൂർ സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വന്നു. ഇനി വഴി തടയാൻ ആരുമില്ല. ടിപ്പുവിന്റെ സൈന്യം ഒഴുകി നീങ്ങിയത് ആലുവ, അങ്കമാലി, തൃശൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കായിരുന്നു. ഗ്രാമങ്ങൾ കത്തിയെരിഞ്ഞു, വിളനിലങ്ങൾ നശിപ്പിക്കപ്പെട്ടു. തിരുവിതാംകൂറിന്റെ കിരീടം ടിപ്പുവിന്റെ കൈകളിലെത്താൻ അധികം ദൂരമില്ലായിരുന്നു. എന്നാൽ ചരിത്രത്തിന്റെ തിരശീല പെട്ടെന്ന് മാറിമറഞ്ഞു. നെടുങ്കോട്ടയിലെ ധീരമായ ചെറുത്തുനിൽപ്പും ടിപ്പുവിന്റെ കേരളത്തിലേക്കുള്ള പ്രവേശനവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ചൊടിപ്പിച്ചു. അവർ തിരുവിതാംകൂറിന്റെ രക്ഷകരായി രംഗത്തെത്തി. ബ്രിട്ടീഷ് സൈന്യം മൈസൂരിന്റെ ഹൃദയഭാഗത്തേക്ക് കടന്നു ചെന്നപ്പോൾ ടിപ്പുവിന് ഒരു തെരഞ്ഞെടുപ്പ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നു: തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണം രക്ഷിക്കുക, അല്ലെങ്കിൽ തിരുവിതാംകൂർ കീഴടക്കുക. തിരുവിതാംകൂറിലെ താൽക്കാലിക വിജയം ഉപേക്ഷിച്ച ടിപ്പു സുൽത്താൻ തന്റെ സൈന്യവുമായി മൈസൂരിലേക്ക് മടങ്ങി. നെടുങ്കോട്ടയുടെ പതനം ഒരുപക്ഷേ ടിപ്പുവിന്റെ തന്നെ സാമ്രാജ്യത്തിന്റെ പതനത്തിലേക്കുള്ള ആദ്യ ചുവടായിരുന്നു. കാരണം ആ യുദ്ധം മൂലം ആരംഭിച്ച മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് വലിയ ഭൂപ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ചെറിയ രാജ്യത്തിന്റെ പ്രതിരോധം, അതിരില്ലാത്ത പക, ഒരു വാളിന്റെ നഷ്ടം, ഇവയെല്ലാം ചേർന്ന നെടുങ്കോട്ട യുദ്ധം കേരള ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമായി ഇന്നും തലയുയർത്തി നിൽക്കുന്നു.